വാ മോളെ. മോളെന്താ നോക്കുന്നേ? നോ ടെൻഷൻ, കമോൺ മോളെ. അമ്മ, ഞാൻ തിരിച്ചു പോയിക്കോട്ടെ. അമ്മ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ കൂടെ വന്നത്. പക്ഷേ ഐ നോ യു തിങ്കിങ്. നിന്റെ മനസ്സിലെന്താണെന്നേ ഈ അമ്മയ്ക്കറിയാം. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് വഴക്കിട്ട് പോയതിന്റെ ചമ്മലല്ലേ? അത് മോടെ തെറ്റല്ല. മോളെ ഇപ്പോഴേ അമ്മ കൂട്ടിക്കൊണ്ട് വന്നതിനെ ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. അമ്പലത്തിൽ വെച്ച് നിന്നെ കണ്ടത് തന്നെ ഭഗവാന്റെ നിയോഗമാ. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. മദർ കാളിങ് യു. അമ്മയല്ലേ വിളിക്കുന്നേ. കമോൺ ബേബി, കമോൺ. വാ മോളെ. കൃഷ്ണ, ഇവിടെ വന്നിരിക്കെ. ഇരിക്കും മോളെ. ഇരിക്കെ. അമ്മ ഇപ്പൊ വരാട്ടോ. ഈശ്വര, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് മുരളി. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നോളൂ. ഓക്കെ. മോൻ ഇതുവരെ പോയില്ലായിരുന്നോ? അമ്മ ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അല്ല, ഇന്നെന്താ അമ്മയ്ക്ക് പതിവില്ലാത്തൊരു സന്തോഷം? ദൈവങ്ങൾ പ്രത്യക്ഷപ്പെട്ട് വല്ല അനുഗ്രഹം തന്നോ? തന്നു. ആഹാ, അത് കൊള്ളാലോ. തമാശയല്ല മൈ ഡിയർ സൺ. ദൈവം അമ്മയെ അനുഗ്രഹിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. ദേ, അതിനെ ഞാൻ ഇങ്ങ് കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. ദേ, ഹാളിൽ ഇരിപ്പുണ്ട്. ഹാളിലോ? ആരുടെ കാര്യം അമ്മയെ പറയുന്നേ? ജ്യോതിയുടെ. അവളോ? നീ ദേഷ്യപ്പെടണ്ട. അമ്പലത്തിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. ഒരുപാട് നിർബന്ധിച്ചിട്ടാ അവൾ എന്റെ കൂടെ വന്നത്. നിർബന്ധിച്ചെന്നോ? എന്തിന്? മോനെ, തെറ്റുപറ്റിയത് നമ്മുടെ ഭാഗത്താ. അത് തിരുത്തേണ്ടത് നമ്മളാ. നീ ആ കൊച്ചിനോട് നല്ല 2 വാക്ക് പറയണം. ക്ഷമ പറയണമെന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്? ഒരു ക്ഷമ പറയുന്നതിലും ഒരു തെറ്റുമില്ല മോനെ. ആ പത്രവാർത്ത കാരണം അവളും കുടുംബം അനുഭവിക്കേണ്ടി വന്ന അപമാനത്തിന് ആര് സമാധാനം പറയും? അത് ചെയ്തവര് സമാധാനം പറയണം. അവരെ കൊണ്ട് തന്നെ മാപ്പും പറയിപ്പിക്കണം. അല്ലാതെ അവളുടെ മുന്നിൽ മാപ്പ് പറയണമെന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഇറങ്ങുന്നു. മോനെ, ഹിറ്റ്ലർ, ഈ വാഷ്റൂം എവിടെയാ? എന്ത് വാഷ്റൂം? അങ്ങനെയൊന്നും ഇല്ലേ ഈ വീട്ടില്? ആ മുറിയിലുണ്ട്. ഷോപ്പിങ്ങിന് പോവാൻ നമ്മുടെ ഭർത്താക്കന്മാരെ കൂടെ വിളിക്കായിരുന്നു. നടന്നത് തന്നെ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരാനൊന്നും ഇവിടെ ആർക്ക് സമയമില്ല. കെട്ടിയമാരുടെ കൂടെ ഒന്നിച്ചൊന്ന് പുറത്തു പോണെങ്കിൽ പോലും ഡികെയുടെ സമ്മതം വേണം. അതെങ്ങനെയാ? സുപ്രിയാന്റിയുടെ ഓർമ്മകളിൽ മുങ്ങിക്കിടക്കല്ലേ ഡികെ ഇപ്പോഴും. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഡികെ ഒരു വിലയും കൽപ്പിക്കില്ല. ചില വീടുകളിലെ അമ്മായിയമ്മമാരെ പോലെ ഡികെയുടെ പെരുമാറ്റം. ജീവിച്ചിരുന്ന കാലത്ത് സുപ്രിയ ആന്റിക്കൊപ്പം ഇവിടെ പ്രേമത്തിന്റെ ഒരു പൂന്തോട്ടം തീർത്ത ആളാ ഡികെ. എന്നിട്ടിപ്പോ അക്കാര്യത്തിൽ നമുക്ക് വിലക്ക്. ഡികെക്ക് എന്തോ ആവാം, നമുക്കൊന്നും പാടില്ല. സുപ്രിയന്റെ ജീവിച്ചിരുന്നപ്പോഴത്തെ കാര്യം പോട്ടെ, മരിച്ചു കഴിഞ്ഞപ്പോ എന്താ സ്ഥിതി? ഈ വീട്ടിൽ എവിടെ നോക്കിയാലും അവരുടെ ഫോട്ടോ മാത്രം.
അതെ, ഇന്നലത്തെ പത്രവാർത്തയുടെ ചൂടിപ്പോഴും മാറിയിട്ടുണ്ടാവില്ല. എന്നാലും അത് വേണ്ടായിരുന്നു ചിത്രേ. DKക്ക് കൂടി പേരുദോഷം കേട്ടു. ഓ പിന്നെ പെണ്ണും പെടക്കോഴിയില്ലാത്ത DKക്ക് ഇത്തിരി പേരുദോഷം വന്നാലും കുഴപ്പമൊന്നും വരില്ല. അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റി ആ ജ്യോതിക്ക്. അത്രയ്ക്ക് അഹങ്കാരി അവള്. എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. നീയോ? എന്തിനാടി നീ ഇങ്ങോട്ട് കയറിയത്? ഈ മുറിക്കകത്ത് എന്തിനാ കയറിയെന്ന്? DK പറഞ്ഞിട്ടാ ഞാൻ ഇതിനകത്ത് കയറിയത്. DKയോ? ദേ കള്ളം പറഞ്ഞാലുണ്ടല്ലോ. ഇന്നലെ വന്ന് DK ചീത്ത പറഞ്ഞിട്ട് പോയോളല്ലേ നീ? ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഈ മുറിയിലെ വാഷ്റൂം കാണിച്ചു തന്നത് DKയാ. എന്നിട്ട് DK എവിടെ? അയാളെ എങ്ങോട്ട് പോയെന്ന് എനിക്കെങ്ങനെ അറിയാനാ? ആര് പറഞ്ഞിട്ടാടി നിന്നെ ഇതിനകത്ത് കെട്ടിയെടുത്തത്? ഞാൻ വിളിച്ചിട്ടാ ജ്യോതി വന്നത്. എന്താ, എനിക്ക് ഈ വീട്ടിൽ അതിനുള്ള അധികാരമില്ലേ? അമ്മേ, ഇവൾ ഇന്നലെ DK പറഞ്ഞതൊക്കെ അമ്മ മറന്നുപോയോ? അതൊക്കെ ക്ഷമിക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? പറ്റും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇവൾ തെറ്റുകാരി അല്ലാത്തതുകൊണ്ട്. ഒരാളോട് ശത്രുതയാകാം, പക്ഷെ പൊതുമധ്യത്തിൽ അപമാനിക്കാൻ നിങ്ങൾക്കാരാ അധികാരം നൽകിയത്? ഞങ്ങളോ? ഞങ്ങൾ ആരെ അപമാനിച്ചു എന്ന് അമ്മ പറയുന്നേ? അമ്മ ഞങ്ങളെ തെറ്റിദ്ധരിച്ച സംസാരിക്കുന്നേ. അമ്മയുടെ മകനെയാ ഇവൾ അപമാനിച്ചത്, അത് മറക്കരുത്. അതിന് കാരണം എന്താ? പത്രത്തിൽ എന്റെ മോന്റെ ഇവളെയും പടവും വാർത്തയും വന്നല്ലേ? അതാരാ ചെയ്തത്? എന്താ ഉത്തരം പറയാനില്ലേ ആർക്കും? അമ്മേ, ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. എന്റെ പേരും പറഞ്ഞ് ഇനി ഇവിടെ ഒരു വഴക്ക് വേണ്ട. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. നീ പോകാൻ വരട്ടെ. നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതേ സത്യം നിന്റെ മുന്നിൽ വെച്ച് തെളിയിക്കാൻ വേണ്ടിട്ടാ. പറ മരുമക്കളെ, ആരത് ചെയ്തത്? സത്യം പറയാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ദാ ആ വരുന്ന ആള് പറയും സത്യം എന്താണെന്ന്. മുരളിക്ക് ബുദ്ധിമുട്ടായോ ഞാൻ വിളിച്ചത്? അമ്മ എന്തായി പറയുന്നത്? അമ്മ വിളിച്ചാ വരാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. മുരളി, ഞാൻ വളച്ചുകെട്ടിയൊന്നും ചോദിക്കുന്നില്ല, നേരിട്ട് അങ്ങ് ചോദിക്കുക. പത്രത്തിൽ ആ വാർത്ത കൊടുക്കാൻ മുരളി ഏൽപ്പിച്ചത് ആരാ? പറയൂ മുരളി, ചിത്രയല്ലേ ആ വാർത്ത ഇടാൻ പറഞ്ഞത്? അതെ, ചിത്രകുഞ്ഞ് തന്നെയാ. എനിക്ക് 10,000 രൂപയും തന്നു. തനിക്ക് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ല മുരളി. അത് വേണ്ടെന്ന് ചിത്ര പറഞ്ഞതുകൊണ്ടാ ഞാൻ. ശരി, മുരളി പോയിക്കോ. ഇവളെ പറഞ്ഞു തിരുത്താൻ നിനക്ക് പറ്റിയില്ലല്ലോ മായേ. അമ്മേ, അത് പിന്നെ DK അപമാനിച്ചതിന്റെ വൈരാഗ്യത്തിന് ചിത്ര ഒരു വാർത്ത കൊടുത്തന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ഞാനും ഇത് അറിയുന്നത് വാർത്ത വന്നു കഴിഞ്ഞിട്ടാ. ചിത്രേ, അടിച്ചതിന്റെ കർണം പൊട്ടിക്കേ ചെയ്യേണ്ടത്. പക്ഷേ നിന്നെ ഞാൻ എന്റെ മകളായിട്ട് സ്നേഹിച്ചു പോയി. സോറി അമ്മേ, ഞാൻ അറിയാതെ. അങ്ങനെ സോറി പറഞ്ഞ് രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ട. നിന്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് മുന്നിൽ നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. അനുഭവിച്ചേ തീരൂ. അമ്മേ, ചിത്ര ഇനി അങ്ങനൊന്നും ചെയ്യില്ല. ഞങ്ങൾ ഉറപ്പ് തരാം. അതുകൊണ്ട് ചെയ്ത തെറ്റില്ലാതാവോ? പോയ അഭിമാനം തിരിച്ചു കിട്ടുവോ? ചെയ്തവർക്ക് സോറി പറഞ്ഞങ്ങോട്ട് പോകാം, പക്ഷേ അത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന അറിയും. മാപ്പ് പറയണം നീ.
എന്നോടല്ല, ഇവളോട്. അത് വെറുതെ പറഞ്ഞാ പോരാ, ഏത്തയിട്ട് പറയണം. അമ്മേ വേണ്ട, ഇവളോട് ഏത്ത വിട്ട് പറഞ്ഞിട്ട് മതി നീ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത്. ഇവളോടോ? ഇവളോട് ഞാൻ ക്ഷമ പറയാനോ? പറയണം. അല്ലെങ്കിൽ ഇന്ന് തന്നെ അമരാവതിയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകാൻ നീ റെഡി ആയിക്കോ. നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാനേ ബാലിനോട് ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അയ്യോ അമ്മ വേണ്ട, ഞാൻ മാപ്പ് പറയാം. എന്നാ തുടങ്ങിക്കോ. മാപ്പ് പറഞ്ഞ് ഏത്ത വിടണം. വേഗം. സോറി, എനിക്കൊരു തെറ്റുപറ്റി. ഇനി ഞാനത് ആവർത്തിക്കില്ല. ഏത്ത വിട്. മതിയമ്മ, വേണ്ട, ഞാൻ ക്ഷമിച്ചു. പക്ഷേ എന്റെ ശിക്ഷ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നിങ്ങൾ 3 പേർക്കും ഇതിൽ ഒരേപോലെ പങ്കുണ്ടെന്ന് എനിക്കറിയാം. ജ്യോതിയെ ഇത്രയും വേദനിപ്പിച്ചതല്ലേ? ഇവളെ ഇന്ന് എന്റെ അതിഥിയാ. ഇവക്ക് നിങ്ങളുടെ കൈകൊണ്ട് മധുരം ഉണ്ടാക്കി കൊടുക്കണം. അടപ്രഥമൻ. ജ്യോതി മോളെ, മോക്ക് പായസം ഇഷ്ടല്ലേ? ആ, പായസം എനിക്ക് ഭയങ്കര ഇഷ്ടാ. അത് ഇവര് സ്നേഹത്തോടെ ഉണ്ടാക്കി തരുമ്പോ കൂടുതൽ സന്തോഷം. എന്നാ തുടങ്ങിക്കോ. പിന്നെ ഗ്യാസ് ഉപയോഗിക്കണ്ട, വിറക് ഊതി കത്തിച്ച് തന്നെ ഉണ്ടാക്കണം. സാധാ ചെലവിൽ തേങ്ങ ചിരകി കൈകൊണ്ട് പിഴിഞ്ഞ് പാലെടുത്ത് വേണം അടപ്രഥമൻ ഉണ്ടാക്കാൻ. അതാണ് എന്റെ ശിക്ഷ. മായ, നീ വേണം ഇതൊക്കെ നോക്കാൻ. എന്താ, റെഡിയല്ലേ? അമ്മയുടെ ഇഷ്ടം. പിന്നെ പുറത്തുള്ള അടുക്കളയിൽ പാചകം ചെയ്താൽ മതി. 1 മണിക്കൂറിനുള്ളിൽ പായസം റെഡി ആയിരിക്കണം. പൊയ്ക്കോ. മോളുവാ, അമ്മ ഈ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. വാ. സുപ്രിയായിരുന്നു അവനെല്ലാം. ഇതുപോലെ പരസ്പരം സ്നേഹിച്ച ഒരു ഭാര്യയും ഭർത്താവും ഈ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോന്ന് ഈ അമ്മയ്ക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കുറച്ചു കാലേ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു ജന്മത്തിന്റെ മുഴുവൻ സ്നേഹവും എന്റെ മോന് നൽകിയിട്ട സുപ്രിയ പോയത്. അതുകൊണ്ടാ അവനിപ്പോഴും അവളെ ഓർത്ത് മനസ്സുരുക്കി ജീവിക്കുന്നത്. പാവം മൈസൺ. എങ്ങനെയാ സുപ്രിയ മരിച്ചത്? അതൊക്കെ പറഞ്ഞ തീരാത്ത കഥകളാ. ഒരു ദിവസം ഞങ്ങളെല്ലാം വിട്ട് അവൾ അങ്ങ് പോയി. പക്ഷെ ഈ അമരാവതിയിൽ അവള് ജീവിച്ച നാളുകൾ അത് മറക്കാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. അവളെ വീടിന്റെ വിളക്കായിരുന്നു. അവളുടെ ഐശ്വര്യമായിരുന്നു ഈ വീട് നിറയെ. എന്നും എപ്പോഴും സന്തോഷം മാത്രം. DK സുപ്രിയയും പോലൊരു ജോഡിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സുപ്രിയ, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഈ ജന്മം മാത്രമല്ല, ഇനിയുള്ള 7 ജന്മങ്ങളും ഞാൻ നിന്റെ കൂടെ ജീവിക്കും. പോരെ? ഇത് സുപ്രിയയുടെ വാക്ക. അവന് കൊടുത്ത വാക്ക് പാലിക്കാൻ അവക്ക് കഴിഞ്ഞില്ല. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തീ കോരിയിട്ട് അവളങ്ങ് പോയി.
എനിക്ക് വയ്യ ദൂതി കത്തിക്കാൻ. ഇത് കത്തുന്നില്ല മായച്ചി. പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ഗ്യാസിൽ തൊടാൻ പറ്റില്ല, ജോലിക്കാരെ കൊണ്ട് ചെയ്യിക്കാനും പറ്റില്ല. ഈ തേങ്ങ ചിരകിയെടുക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. എന്തായിതാരെ, നിന്റെ പണി കഴിഞ്ഞോ? ഇപ്പൊ തീരുമാനിച്ചേ. അല്ല, പ്രഥമനുള്ള അട വറുത്ത് കോരണ്ടേ? അയ്യോ, അട വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നേ. അതെയോ? അപ്പൊ അതിനു മുൻപ് അട കഴുകിയെടുക്കണ്ടേ? കല്ലും മണ്ണും അഴുക്കൊക്കെ കഴുകി കളയണ്ടേ? മണ്ടത്തരം പറയല്ലേ താരെ, അടയിൽ അഴുക്കും ചെളിയും ഒന്നുമില്ല. അപ്പൊ ഈ കടുക് വറുക്കുന്ന എപ്പോഴാ? കടുക് വറക്കാനോ? പായസത്തിനോ? കേട്ടില്ലേ മായച്ചി മണ്ടത്തരം പറയുന്നേ? പായസത്തിന് കടുക് വറക്കണം പോലും. അതിന് അവൾ ഇതുവരെ അടുക്കളയിൽ കേറിയിട്ടുണ്ടോ? അതെ, നീ ഒന്നും ചെയ്യണ്ട, വെറുതെ നിന്നാ മതി. പായസം ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. ചിത്ര, നീ അടുപ്പ് കത്തിക്ക്, ഞാൻ ഈ തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കാം. ഊതി ഊതി എന്റെ ഊപ്പാട് വന്നു. വല്ലാത്തൊരു ശിക്ഷയായി പോയി. ഇതായിരുന്നു സുപ്രിയയുടെയും ഡി കെയുടെയും മുറി. മറ്റാരും ഈ മുറി കയറാനേ അവൻ സമ്മതിക്കില്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് കയറി ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കും. സുപ്രിയയുടേതായതെല്ലാം ഈ മുറി തന്നെയുണ്ട്. സുപ്രിയ നന്നായിട്ട് വീണ വായിക്കുമായിരുന്നു.